ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കപ്പ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോൻ്റെ രണ്ട് കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം 1.5 കിലോ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മണ്ണുണ്ടല്ലോ, അപ്പോൾ അത് നന്നായി കഴുകിയെടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് നടുകെ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 വിസിൽ അടിക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എയറൊക്കെ പോയിട്ട് കുക്കറൊന്ന് ചൂടൊക്കെ അറിയേണ്ട ശേഷം നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ചൂടാറിയിട്ട് എയറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തുറന്ന് നോക്കിയ സമയത്ത് കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കും വേണം. പിന്നെ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും മിക്സ് ആവും വേണ്ടേ. അപ്പോൾ ഞാൻ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കപ്പയും ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുമൊന്നുമില്ല. ചിലതൊക്കെ കുറേ സമയം വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓരോ കപ്പയുടെ വേവിൻ്റെ രീതിയൊക്കെ അനുസരിച്ചിട്ട് കുക്കറിലൊക്കെ ഇടുന്ന സമയത്ത് വിസിൽ കൂടുതലൊക്കെ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് 3 വറ്റൽമുളക് നടുകെ പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളിയാണ് ഉള്ളത് വെച്ചാൽ അതൊരു 5-6 ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആവില്ല, ആ രൂപത്തിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതില്ലേ അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റിയെടുത്തില്ല, അതുപോലെ തന്നെ ഈ തേങ്ങ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച കപ്പയില്ലേ അത് ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അടിപൊളി കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്കെന്നോ അല്ലെങ്കിൽ കപ്പ ഉപ്പേരി എന്നൊക്കെ ഇതിന് പറയാം. കപ്പ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ റെസിപ്പി നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു നല്ല പൊതിനൊക്കെ ഇട്ട് നല്ല കട്ടൻ ചായ മാത്രം മതി, വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കൊക്കെ ചായയുടെ കൂടെ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു മത്തിക്കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമാവുക വെച്ചാൽ എല്ലാവരും ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്കും ഷെയറൊന്നും മറക്കരുതേ. താങ്ക്